ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ LCSE. ഇന്നത്തെ വീഡിയോയിൽ സീറ്റാസ് എന്നാൽ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രിയേറ്റ് ടേബിൾ ആസ് എന്നതിൻ്റെ ഷോർട്ട് ആയി വിളിക്കുന്നതാണ് സീറ്റാസ്. ഇനി എങ്ങനെയാണ് സീറ്റാസ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഇവിടെ EMP എന്ന ഒരു എംപ്ലോയി ടേബിൾ ഉണ്ട്. ഇതിലെ കോളംസ് ആർ എംപ്ലോയി ID, എംപ്ലോയി നെയിം, സാലറി ആൻഡ് ഡേറ്റ് ഓഫ് ജോയിനിങ്. നമുക്ക് ഈ ടേബിളിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടേബിൾ വിത്ത് ഡാറ്റ ക്വിക്കിലി ഉണ്ടാക്കണം. അതെങ്ങനെ സാധിക്കും? സീറ്റാസ് വഴി ഇത് ഈസിയായി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് ക്രിയേറ്റ് ടേബിൾ നെയിം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ടേബിൾ നെയിം എന്താണോ അത് കൊടുക്കുക. ആസ് സെലക്ട് സ്റ്റാർ ഫ്രം സോഴ്സ് ടേബിൾ നെയിം. ഞാനിവിടെ EMP എന്നുള്ള ടേബിളിൻ്റെ ഒരു കോപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ക്രിയേറ്റ് ടേബിൾ EMP കോപ്പി ആസ് സെലക്ട് സ്റ്റാർ ഫ്രം EMP. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ടേബിൾ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ന്യൂ ടേബിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ക്വറി ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ കോളംസും EMP ടേബിളിലുള്ള എല്ലാ കോളംസും EMP കോപ്പി എന്നുള്ള ടേബിൾസിൽ കാണാം. കോളംസ് മാത്രമല്ല ആ ഡാറ്റയും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്റ്റഡ് കോളംസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 5 കോളംസ് ഉണ്ട്, അതിൽ 2 കോളംസ് മാത്രം മതി, 3 കോളംസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ EMP ടേബിളിലെ ആദ്യത്തെ 3 കോളം മാത്രം സെലക്ട് ചെയ്തത്, എംപ്ലോയി ID, എംപ്ലോയി നെയിം, സാലറി, ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടേബിൾ ക്രിയേറ്റഡ് ആയിരിക്കുന്നു. ഇനി ഇത് ക്വറി ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 കോളംസ് ഉള്ള ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം വിത്ത് ഡാറ്റ. അപ്പോൾ EMP എന്ന ടേബിളിൽ EMP ID, EMP നെയിം, സാലറി, ഈ 3 കോളംസും വിത്ത് ഡാറ്റ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയും ഈസിയായി ഒരു ടേബിൾ ആൻഡ് ഇറ്റ്സ് ഡാറ്റ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സീറ്റാസ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു സീറ്റാസ് ഉപയോഗിച്ച് ഒരു ടേബിളിനെയും അതിലെ ഡാറ്റയെയും കംപ്ലീറ്റായി ഈസിയായി കോപ്പി ചെയ്യുന്നത്, റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ടേബിളിൽ ഒരുപാട് ഡാറ്റയുണ്ട്, പക്ഷേ നമുക്ക് ഡാറ്റയുടെ ആവശ്യമില്ല. ജസ്റ്റ് ടേബിളിൻ്റെ സ്ട്രക്ചർ മാത്രം മതി. സീറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് നോക്കാം. അത് വളരെ ഈസിയാണ്. ആദ്യം ഈ ലൈൻ കോപ്പി ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ, ഇവിടെ ടേബിൾ നെയിം മാറ്റി EMP കോപ്പി സ്ട്രക്ചർഡ് ഓൺലി എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആസ് സെലക്ട് സ്റ്റാർ ഫ്രം EMP. അതിനുശേഷം നമുക്കൊരു വേർ ക്ലോസിൽ ഒരു കണ്ടീഷൻ കൂടി കൊടുക്കാം, വേർ 1 = 2. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി ആ ടേബിൾ ഒന്ന് ക്വറി ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം EMP കോപ്പി സ്ട്രക്ചർ ഓൺലി ടേബിൾ. നമുക്കൊന്ന് ക്വറി ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡാറ്റ ഒന്നുമില്ല, പക്ഷേ ആ കോളംസ്, എല്ലാ കോളംസും ഈ ടേബിളിലേക്ക് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.